എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്ന് ഞാനൊരു വാഴ നടാൻ പോവുകയാണ്. ഇനി ഒരു വാഴ നടലാണ് പരിപാടി. ഇത് നമ്മൾ പുതിയതായിട്ട് ലിഡിലിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഒരു വാഴക്കുഞ്ഞാണ്. സാധാരണ നാട്ടിലൊക്കെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നമുക്ക് നടാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇവിടെ അതിനുള്ള ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ ഇവിടെ നടാൻ ശ്രമിക്കുന്നതാണ്. സമ്മർ സ്റ്റാർട്ട് ചെയ്തോടെ ഇഷ്ടം പോലെ ഇതുപോലെയുള്ള പ്ലാന്റുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ഓരോ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാലും വെറൈറ്റിയുള്ള പ്ലാന്റുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇതിപ്പം ഞാൻ ലിഡിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഞാനിപ്പം നമുക്ക് ചെറിയൊരു പോട്ടിലാണ് അവിടെ നിന്ന് കിട്ടിയത്. അത് ഞാൻ എൻ്റെതായ രീതിയിൽ വലിയൊരു പോട്ടിലേക്ക് മാറ്റാനുള്ള പ്ലാനാണ്. നമുക്ക് അത്യാവശ്യം മണ്ണ് ഇവിടെ ഉണ്ട്. ആ മണ്ണ് ഇട്ടിട്ട് വലിയൊരു പോട്ടിലേക്ക് വാഴനെ മാറ്റി നടാനുള്ള പ്ലാനിങ്ങിലാണ്. ഇത് ആദ്യമായിട്ടുള്ളൊരു പരീക്ഷണമാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ എത്രത്തോളം ഇത് വളരുമെന്നും എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്ന വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ഞാൻ പരീക്ഷിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇപ്പോഴത്തെ ഒരു കുറഞ്ഞ കാലാവസ്ഥയിൽ നമുക്ക് ഇത് വെളിയിൽ വെക്കാം. ഏകദേശം ഒരു 4-5 മാസം നമുക്ക് ഇത് വെളിയിൽ വെച്ച് വളർത്തി നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വിന്ററൊക്കെ ആകുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെയും ഇൻഡോർ ആയിട്ട് എടുത്ത് വെക്കേണ്ടി വരും. ഔട്ട്ഡോർ പരീക്ഷിച്ച് നോക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാന്. നാട്ടിലാണെങ്കിൽ നമുക്കിതെല്ലാം ഔട്ട്ഡോർ ആയിട്ട് നടാനും അതിനനുസരിച്ച് അതിനെ പരിപാലിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് നമുക്ക് അതിന് വർഷാവസാനം അല്ലെങ്കിൽ 6-7 മാസം കഴിയുമ്പോൾ ഒരു കൊലയും കിട്ടും. പക്ഷേ ഇവിടെ ജസ്റ്റ് ഇൻഡോർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കാണാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് വളർത്തിയെടുക്കുന്നത്. അല്ലാതെ ഇത് നിന്ന് ഒരു വാഴക്കൊല പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ഒരു രസം, അത്രേ ഉള്ളൂ. ഞാൻ ആമസോണിൽ നിന്ന് ഒരു സ്റ്റാൻഡ് മേടിച്ചിരുന്നു, അത്യാവശ്യം നമ്മുടെ ചെടികളൊക്കെ വെക്കാൻ വേണ്ടി വിൻ്റർ സമയങ്ങളിൽ. അപ്പോൾ ആ സ്റ്റാൻഡിലേക്ക് തൽക്കാലം ഈ പ്ലാന്റിനെ കൊണ്ട് വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് അതിന് ശേഷം ഇതിനെ നമുക്ക് ഔട്ട്ഡോർ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ്. അതിനകത്താണ് നമ്മളിപ്പോൾ വാഴയും കൊണ്ട് വെച്ചേക്കുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കൊണ്ട് വെച്ചേക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം പ്ലാന്റുകളൊക്കെ നമ്മൾ നേരത്തെ മേടിച്ചതും ഇത് ഇവിടെ ഉണ്ടായിരുന്നതൊന്ന് പറിച്ചു മാറ്റി വെച്ചതുമായിട്ടുള്ള പ്ലാന്റുകളുണ്ട്. അത്യാവശ്യം എല്ലാവരെയും വളർത്തി എടുക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും വളർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോൾ സമ്മർ ആയതുകൊണ്ട് എല്ലാത്തിനെയും പുറത്തെടുത്ത് വെച്ച് സൺലൈറ്റൊക്കെ അടുപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് വളർച്ചയിലുള്ള മാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് മെയിനായിട്ട് കുട്ടികൾ കയറി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനകത്ത് ജസ്റ്റ് ഒരു ബോർഡറായിട്ട് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിള്ളേർ കയറി എല്ലാം നശിപ്പിച്ച് കളയും. മെയിനായിട്ട് അവന്മാർ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു റാക്ക് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.